ഇടുക്കി വിഷൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്നൊരു വട്ടയപ്പമാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിലേക്ക് വേണ്ട സാധനങ്ങൾ 4 ഗ്ലാസ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി 8 മണിക്കൂറെങ്കിലും കുതിർത്തതിന് ശേഷം വേണം നമുക്ക് എടുക്കാനായിട്ട്. തലേദിവസം ഇട്ട് വെച്ചാലും മതിയാകും കേട്ടോ. 4 ഗ്ലാസ് വേണം. പിന്നെ എടുത്തിരിക്കുന്നത് തേങ്ങയാണ്. തേങ്ങ പാല് പിഴിഞ്ഞെടുക്കണം. അത് ഒരു കപ്പോളം നമുക്ക് അരി അരയ്ക്കാൻ ആവശ്യമായ തേങ്ങാപ്പാൽ വേണം. പിന്നെ നമുക്ക് തേങ്ങ 2 ഗ്ലാസ് തേങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ട് വേറെയും വേണം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാല് പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ഗ്ലാസ് ചോറാണ്. നമ്മൾ അരി ഇളക്കുന്ന കപ്പിൽ തന്നെ എടുത്താൽ മതിയാകും. 1 ഗ്ലാസ് ചോറ് വേണം. തേങ്ങാപ്പാൽ, അതായത് അരി അരയ്ക്കാൻ ആവശ്യമായ തേങ്ങാപ്പാൽ വേണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ. 1 ടീസ്പൂൺ ഈസ്റ്റും ഞാൻ എടുത്തിട്ടുണ്ട്. ഈസ്റ്റ് നമുക്ക് നന്നായിട്ടൊന്ന് കുതിർത്ത് റെഡിയാക്കി വെക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഡയറക്റ്റായിട്ട് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ ആദ്യമായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. നമ്മളുടെ കോക്കനട്ട് 2 ഗ്ലാസ് വേണം. ഷുഗർ, അതുപോലെ തന്നെ നമ്മളുടെ ഈസ്റ്റ്, പിന്നെ ചേർക്കേണ്ടത് നമ്മളുടെ റൈസ്. ഞാനിവിടെ മധുരത്തിന് ചേർത്തിരിക്കുന്നത് പഞ്ചസാരയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർക്കാം ഈ സമയത്ത്. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളത്തിന് പകരം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 10 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഏലക്കായുടെ തൊലിയൊക്കെ കളഞ്ഞതിൻ്റെ അരി മാത്രമായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളുടെ അരയ്ക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കിടിലമായിട്ടുള്ളൊരു വട്ടയപ്പം ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈസ്റ്റും കൂടി ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഓവർനൈറ്റ് വെച്ചു കേട്ടോ. ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പം കിട്ടും. പിന്നെ നിങ്ങൾ ഒത്തിരി താമസിച്ച് നിങ്ങൾ ചുടാൻ വേണ്ടി നിൽക്കരുത്. ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ചുട്ടെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പുളിയായി പോവും. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. നന്നായിട്ട് രാവിലെ ആയപ്പം പുളിച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വന്നാൽ മാത്രമാണ് കേട്ടോ നമ്മളുടെ വട്ടയപ്പം നല്ല സോഫ്റ്റ് ആവത്തുള്ളൂ. ഇതാണ് നമ്മളുടെ വട്ടയപ്പത്തിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത്. നമുക്കൊരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് ഓയിൽ തടവിയിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. ഞാൻ അതിൻ്റെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു പകുതി വേവായി കഴിഞ്ഞതിന് ശേഷം വെച്ച് കൊടുത്താൽ മതിയാകും കേട്ടോ. അങ്ങനെ നമുക്ക് നല്ല എളുപ്പത്തിൽ നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം റെഡിയാക്കി എടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.